ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു എലാസ്റ്റിക് ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന്. അങ്ങനെ ഞങ്ങളിതാ ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുൾ വീഡിയോ ഉണ്ട്, നിങ്ങളത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിതിന് വേണ്ടി എടുത്തേക്കുന്നത് ഏകദേശം 3 മീറ്ററോളം തുണിയാണ്. 2 മീറ്റർ നമ്മൾ ബോഡി പോർഷൻ എലാസ്റ്റിക് അടിക്കാൻ വേണ്ടിയിട്ടും ബാക്കി 1 മീറ്ററൊന്നും വേണ്ട, ഒരു 1/2 മീറ്ററോളം മതിയായിരിക്കും സ്ലീവിന്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ തുണി. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 42 ഇഞ്ചാണ്. എത്രയാണോ ലെങ്ത് നമുക്ക് വേണ്ടത് അതെടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് അത് 42 ആണ്. നമുക്ക് എത്ര കിട്ടുന്നോ അത്രയും നമുക്ക് എലാസ്റ്റിക് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇതിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ് തൂവെള്ള എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ക്രേപ്പ് തുണിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഈ സൈഡ് അടിച്ചു കൊടുക്കണ്ട, പക്ഷേ ലൈനിങ്ങിൽ 2 സൈഡ് താഴെ മുകളിൽ നമുക്കിങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് എലാസ്റ്റിക് വെച്ച് ഫിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് എലാസ്റ്റിക് നൂല് ഇതിൽ ചുറ്റിയെടുക്കാം. ഇത് ബോബിനാണോ കേസാണോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേസ്. പിന്നെ ഇത് കേസാണെന്നുള്ള നിഗമനത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കാമേ, കാരണം നമ്മൾ ചെറിയ നൂലിട്ട് ഇച്ചിരി ടൈറ്റായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക് നൂല് ഇതിൻ്റെ അകത്തോട്ട് കയറണമല്ലോ. അപ്പോൾ അത് ചെറുതായിട്ട് ഞാനിവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബോബിനിൽ കൈ വെച്ചാണ് കേട്ടോ ഈ എലാസ്റ്റിക് നൂല് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ദാ ഇവിടെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. കാണാതെ പോയ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എലാസ്റ്റിക് നൂല്. ഇത് നമുക്ക് ചുറ്റിയെടുക്കാം. ബോബനിൽ ചുറ്റുമ്പോൾ ഒരുപാട് ടൈറ്റ് ആവരുത്, ഒരുപാട് ലൂസ് ആവരുത്. ആ ഒരു രീതിയിൽ ചുറ്റിയെടുക്കുക. കുറച്ച് പാടാണ്, അതെ, കിട്ടുന്നത് വരെ കുറച്ച് പാടാണ്. ഇങ്ങനെ കൈവച്ച് നമ്മൾ ചുറ്റി എടുക്കാം. നമുക്ക് 12.5 ഇഞ്ചാണ് പ്ലീറ്റ്. എനിക്കിവിടെ വേണ്ടത് 12.5 ഇഞ്ചാണ്. നമ്മൾ ഷോൾഡർ വേറെ തുണി വെച്ചാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്, എക്സ്ട്രാ ആണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് എനിക്ക് 12.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം താഴ്ന്ന് അടിച്ച് വരാം, അതാകുമ്പോൾ ഒരുപാട് വളഞ്ഞു പോകില്ല. ഇത് ചിലപ്പോൾ വളഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് താഴ്ന്ന് അടിച്ച് വരാം കേട്ടോ. നേരത്തെ വരച്ച ലൈനുമായിട്ട് ഞാൻ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ തുമ്പ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ. ഇനി നമുക്കിതാ ഈ ലൈനിങ്ങും ഈ നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് കുറച്ച് ഒരല്പം, ഒരുപാട് ഇങ്ങോട്ട് വരണ്ട, ഒരല്പം ഉള്ളിലോട്ട് ലൈനിങ് താഴ്ത്തി വെച്ച് നമുക്കിത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാമേ. ഞാൻ വീണ്ടും ഇങ്ങനെ ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേസ്. കാരണം ഞാൻ ആക്കുന്നത് ലൂസാണോ ടൈറ്റാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ അവസാനം എനിക്കൊരു പണി കിട്ടി. ഈ സ്ക്രൂ ഒന്നോടെ ഇങ്ങനെ ഇളവി വീണു. അപ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കേസ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ ഇലാസ്റ്റിക് നൂല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ സാധാരണ വെള്ള നൂലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കൂട്ടി അടിച്ചായിരുന്നു, ലൈനിങ്ങും അല്ലാത്ത നല്ല തുണിയായിട്ട്. ശേഷം നമുക്ക് താഴ്ന്ന് അടിച്ച് വരാം. താഴ്ന്ന് വര നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടുന്ന് അടിച്ച് വരാം. അതാകുമ്പോൾ വളഞ്ഞു പൊളഞ്ഞു പോകില്ല. മുകളിൽ നിന്ന് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് താഴ്ന്ന് അടിച്ച് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ലൈനിങ് ചുരുങ്ങി പോകാതിരിക്കാൻ നമുക്ക് പേൾ പിന്ന് വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പേൾ പിന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഈ ലൈനിങ് ഇങ്ങനെ ചുരുങ്ങിക്കൂടി, മുകളിലത്തെ ഭാഗം ഒരുപാട് ചുരുങ്ങിക്കൂടി ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ചേ വലിഞ്ഞു വരുള്ളൂ കേട്ടോ. പിന്നെ 2-3 സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും നല്ല ഇതായിട്ട് കിട്ടുന്നത്. പുറകു വശം നമുക്ക് ഇങ്ങനെയാണ് എലാസ്റ്റിക് നൂല് കിട്ടുന്നത്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചു തന്നെ. 3-4 വരി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ടാണ് അടിക്കുന്നത്. പുറകിൽ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ഓക്കെ,
അപ്പോൾ ഒരു വരി അടിക്കുന്നത് കാണിച്ചു തരാം. ഒരുപാട് വലിച്ചൊന്നും പിടിക്കണ്ട, ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ച് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കിട്ടും. ഇനി ഒന്നുകൂടെ നിർത്തല്ലേ. പറയല്ലേ, ഇങ്ങനെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വശവും നമ്മളിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ തിരിച്ചത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മെഷീൻ പണി തന്ന കുറച്ച് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിത് രണ്ടും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചെടുക്കാം. എന്താ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഇങ്ങനെ ഒരുമിച്ച് താഴെ വരെ നമുക്ക് ഒരുമിച്ച് അടിച്ചെടുക്കാം. ഓക്കെ ഓക്കെ. സാധാരണ നമ്മൾ അനാർക്കലിയൊക്കെ അടിക്കുമ്പോൾ ആണ് ഇവിടെ അടിക്കുന്നത്. നമ്മൾ ഇതുവരെ ബോഡി അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അവിടുന്ന് ഒരു 2-2.5 ഇഞ്ചോളം നമ്മൾ ഒരുമിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് തുണി മാറ്റിയിട്ടിട്ട് നല്ല തുണി, ഈ ലൈനിങ് തുണി താഴെ മാറ്റിയിട്ടിട്ട് നല്ല തുണി ഇങ്ങനെ നല്ല തുണി മാത്രം വെച്ച് അടിച്ചെടുക്കാം. ഇവിടുന്ന് എടുത്തിട്ട് വേണം കേട്ടോ അടിക്കുക. ഇങ്ങനെ ഒരുമിച്ച് വെച്ചല്ല, ഇവിടുന്ന് എടുത്തിട്ട് അടിച്ചെടുക്കാം. അതിന് ശേഷം അത് അടിച്ചതിന് ശേഷം ഈ ലൈനിങ് തുണി വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കാം. നമുക്കിങ്ങനെ ഒരു മടക്കിയും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അതാകുമ്പോൾ നൂലൊന്നും പെട്ടെന്ന് വലിഞ്ഞ് വരില്ല. ഇങ്ങനെ താഴെ വരെ നമുക്ക് അടിച്ചെടുക്കാം. എന്താ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഞാൻ എന്താ ഇവിടെ കൈക്ക് വേണ്ടുന്ന പീസും കൂടെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ലൈനിങ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 6 ഇഞ്ച് 6.5 ഇഞ്ചോളം ആണ്. 6.5 അല്ല, ഇങ്ങനെ വെക്കുമ്പോൾ 6.5 ഇഞ്ച്, ഇങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഒരു 13 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീട്ടം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇനി ഞങ്ങളൊന്ന് ഇതിട്ട് നോക്കിയിട്ട് ഇതിലെവിടെയാണോ ഷോൾഡർ വരേണ്ടത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര അളവെടുത്താലും ഇതിട്ട് നോക്കുമ്പോഴേ ആ പെർഫെക്ഷൻ വരുള്ളൂ. കാരണം എത്രയാണ് ഇതിങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ എലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് എന്നതിനനുസരിച്ച് വേണം നമ്മൾ ഷോൾഡർ തയ്ച്ചു കൊടുക്കാൻ. അപ്പോൾ അതാ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് ഷോൾഡർ വരാനുള്ളത്. ബാക്കിൽ ഈ പോർഷൻ, പിന്നെ ബാക്ക് പോർഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എക്സ്ട്രാ ഒരു വര കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ച് ഇത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഓൾറെഡി ക്ലോസ് ചെയ്ത വശം വേണം ഇവിടെ വരാൻ. ഷോൾഡർ നമ്മൾ കൈയോടെ അടിച്ചെടുക്കുന്നത് കൊണ്ട് ക്ലോസ് ചെയ്യാത്ത അഴുക്ക വശം അപ്പുറത്തെ വശത്തോട്ട് നിൽക്കണം. ഇവിടെ വെച്ച് നമുക്കിതാ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് അടിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ബാക്കി നമുക്ക് കൈക്കുഴി പോലെ ഇങ്ങനെ കർവ് ചെയ്ത് വെട്ടിക്കൊടുത്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ നമുക്ക് ഈ 2 സ്ലീവും ഇതാ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, നമ്മളിനി കൈയാണ് വെട്ടാൻ പോകുന്നത്. 4 തുണി ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്ക് ടോട്ടൽ ലെങ്തായിട്ട് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് ഒരു 13.5 ഇഞ്ചാണ്. താഴെ എലാസ്റ്റിക് ഒക്കെയാണ് വെക്കുന്നത്, അതുകൊണ്ട് 13.5 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സ്കെയിൽ എവിടെ? നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് 5 ഇഞ്ച് എടുക്കാം. എടുത്തു കൊടുത്തിട്ട് ഇവിടെ നിന്ന് 2.5 ഇഞ്ച്, ശേഷം ഈ 2.5 ഇഞ്ച് എടുത്ത് കൊടുത്ത് ഇവിടുന്ന് നമ്മളൊരു 3.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇവിടുന്ന് താഴോട്ട് ഒരുപാട് അങ്ങ് ഒരുപാട് ഷേപ്പ് ചെയ്യേണ്ട, കുറച്ച് ലെങ്ത് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെ കൈ വരുന്നത്. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ടാവുക. നമുക്ക് അതിൻ്റെ നടുക്കത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം, സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ അടിച്ച് വെച്ചേക്കുന്നത് ഇതിൻ്റെ കൈക്കുഴി നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കൈ അടിച്ചെടുക്കുമ്പോൾ അവിടെ കൈക്കുഴിയുടെ അവിടെ വന്നിങ്ങനെ ഉണ്ട പോലെ ഇരിക്കും. അതിനെക്കാട്ടി നല്ലത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് തോന്നിക്കൂല. എന്നിട്ട് നമുക്ക് കൈ സാധാരണ പോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ഒന്ന് പ്ലേറ്റ് ഇട്ടെടുക്കാം. നമ്മൾ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ദാ ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പ്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് സ്ലീവിൽ വെച്ച് ഷോൾഡറിൽ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ദാ ഇവിടെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തന്നെ മമ്മി, താഴെ തുമ്പൊന്ന് മടക്കി അടിച്ച് നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ താഴെ തുമ്പ് ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക് വെക്കണ്ടേ? അപ്പോൾ എലാസ്റ്റിക് മടക്കി അടിച്ചിട്ട് വയ്ക്കാം. നമ്മളങ്ങനെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം 10 ഇഞ്ച് എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ വലിച്ചു പിടിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമ്മളിതാ സ്ലീവിൻ്റെ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്ലീവിൻ്റെയും കൂടെ സെൻറ്റർ പോർഷൻ അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ അടയാളം കൊടുത്തിട്ടുണ്ട്. അയ്യോ, അടയാളം പോരാ, കുഴപ്പമില്ല. നമുക്കിത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ കൈ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് അടിക്കാം. ഷേപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇത് നമ്മുടെ ബലൂൺ കൈ, ഏകദേശം ഒരു ബലൂൺ കൈ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചൊന്ന് അടിച്ചെടുക്കാം. അല്ലാതെ വലിയ ഷേപ്പൊന്നും വേണ്ട. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടുകൊണ്ട് നിൽക്കുന്ന വീഡിയോ ആണ്. ആ കൊച്ചാണ് വീഡിയോ എടുക്കുന്നത്. ആ കൊച്ച് ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച് നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതാ കഴുത്തൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എക്സാക്റ്റ് മറ്റേതുപോലെയുള്ള കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ എലാസ്റ്റിക്കൊക്കെ വെച്ച് തരുന്നുണ്ട്. ബാക്ക് പോർഷനൊക്കെ ഇതാ നമ്മൾ നേരത്തെ എലാസ്റ്റിക് ഇട്ട് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്ക് പോർഷന് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. കൈയുടെ തുമ്പിൽ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഷോൾഡർ എലാസ്റ്റിക് ഇല്ല, അല്ലാത്തതാണ്. പിന്നെ ഇത്തിരി ലെങ്തിലാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.
ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോയാണ്. അപ്പം ആ കൊച്ചിൻ്റെത് കാണിച്ചു തരുന്നുണ്ട്, ഞാനിട്ടേക്കുന്നത് ഞാനും കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്, കാരണം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇച്ചിരി കൂടെ ഇറക്കത്തിലാണ് എലാസ്റ്റിക് വെച്ചേക്കുന്നത്. അതുമല്ല ടോപ്പിനും ഫ്രോക്കിനും കുറച്ചുകൂടെ ഇറക്കമുണ്ട്. പിന്നെ കൈ ആ നീലയുടേത് പോലത്തുള്ള അത്രയും പഫ് കൈയല്ല, താഴെ എലാസ്റ്റിക് കൈയുടെ ലെങ്തും കുറച്ച് കുറവാണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത് ഞങ്ങൾ തന്നെ വരുത്തിയതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇറക്കം കൂട്ടിയോ കുറച്ചോ കൈ എങ്ങനെയുള്ള സ്ലീവ് വേണമെങ്കിലും വെക്കാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അവസാനം 2 ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ.